Hello friends, welcome to Prawns Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൈസി ആയ കേരള സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റ് ആണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. നല്ല മസാലയിലൊക്കെ റോസ്റ്റ് ചെയ്തെടുത്ത ചെമ്മീൻ കൊഞ്ച്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുറച്ച് ചോറും കൂട്ടി ഇത് കഴിക്കാൻ പോവാം. അപ്പോൾ അതിന് മുമ്പ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോയുടെ അടുത്ത് കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 കിലോ കൊഞ്ച് എടുക്കണമെന്ന് വെച്ചാൽ അത് വൃത്തിയാക്കി വരുമ്പോൾ അതൊരു 600-700 കാണുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കൊഞ്ചിനകത്തുള്ള ഈ കറുത്ത സാധനം കൊണ്ടാ അത് യൂഷ്വലി അതെല്ലാവരും റിമൂവ് ചെയ്യും. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, ചിലവർക്കൊക്കെ അത് വയറ്റി പിടിക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നത് കേട്ടിരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എടുത്ത് കളയാം. ഇത് എളുപ്പമായിട്ട് എടുത്ത് കളയാൻ. ഇത് ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഒന്ന് വലിച്ചെടുത്താൽ മതി. അത് ദേ ഇങ്ങനെ കണ്ടില്ലേ, ഇത് ഈ കൊഞ്ചിൻ്റെ കുടൽ ഇൻറ്റസ്റ്റൈനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എടുത്ത് കളയണോ വേണ്ടോ എന്ന് അവരവരെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 2 എണ്ണം ബാക്കി വെച്ചിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടതാണ് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതിനൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് കൊഞ്ചിൽ പിടിക്കാൻ വേണ്ടി നമുക്കൊരു മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇതിനെ മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കേരള സ്പെഷ്യൽ ഡിഷ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എണ്ണ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുന്നേക്കാളും ഡീപ്പ് ഫ്രൈ ചെയ്യാണ് കൂടുതൽ എളുപ്പമെങ്കിൽ അതായാലും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാൻ ശേഷം നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം കേട്ടോ. ഈ പ്രോൺസ് വറുക്കാൻ നേരത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാൻ. പിന്നെ ഒരു സൈഡ് 2 മിനിറ്റ് വറുത്തെടുത്താൽ മതി. എന്താ വെച്ചാൽ അതിനേക്കാളും കൂടുതൽ നേരം വറുത്താൽ നമ്മൾ ഈ പ്രോൺസൊക്കെ ഒരു റബ്ബർ ടെക്സ്ചറായി പോകും. അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈഡ് ആകെ 2 മിനിറ്റ് വറുത്തെടുക്കാം. എന്നിട്ട് അതിനെ മറിച്ചെടുത്തിട്ട് അപ്പുറത്തെ സൈഡും 2 മിനിറ്റിനുള്ളിൽ വറുത്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ പ്രോൺസൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലത്. അപ്പം മസാലയൊക്കെ അതിൻ്റെ മുകളിൽ നല്ല കറക്റ്റായിട്ട് പറ്റി പിടിക്കും. അപ്പോൾ നമ്മൾ പ്രോൺസൊക്കെ വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പ്രോൺസ് വറുത്തെടുത്ത പാനിൽ തന്നെ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മളുടെ ഗ്രേവി ഉണ്ടാക്കായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഈ വറുത്ത് വെച്ചിങ്ങനെ പ്രോൺസ് കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. മസാല ഗ്രേവി ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്ത പാനിലെല്ലാം ഉണ്ടാക്കണം കേട്ടോ. ഞാൻ അതിന് വേണ്ടി വേറെ പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നമ്മുടെ പ്രോൺസ് എത്ര എടുത്തിരിക്കണം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വരട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമ്മൾ സവാള ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പ്ലീസ് ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഓളാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇനി പുതിയതായിട്ട് റെസിപ്പീസൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് നിങ്ങളെ നോട്ടിഫിക്കേഷൻ അയക്കും. അപ്പോൾ എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. അതെ, പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ സവാള റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളിയും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതെ, 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ തക്കാളി ഓൾമോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ. 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഇളക്കിയതിന് ശേഷം നമ്മളുടെ വറുത്ത കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവാനൊന്നുമില്ല, പക്ഷേ ഈ നമ്മൾ മസാലയൊക്കെ നമ്മൾ കൊഞ്ചിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. ഈ നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം കൂടുതൽ നേരം വേവിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ നാരങ്ങ നീരിന് ഒരു കയ്പ്പ് ടേസ്റ്റ് കയറി വരും. അപ്പോൾ ദാ നമ്മളുടെ സ്പൈസി മസാല പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഒരു പ്രോൺസ് ഡിഷ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ നിങ്ങൾ വായിൽ കപ്പലോടനില്ലേ ഇത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. ഞാൻ പോയി കുറച്ച് ചോറും കൂട്ടി ഇത് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എൻ്റെ വേറെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും പോയി കണ്ടുവരാം.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണേ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.